ക്രിസ്മസ് എക്സാമിന് ട്രിഗ്നോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരാൻ ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കണ്ടിന്യൂഷൻ പാർട്ടാണത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ABCD is a parallelogram. BC is 15 centimeters, B equal to 45, AB equal to 10 root 2 centimeters, AM is perpendicular to BC. Find the length of AM and BM. What is the length of MC എന്നാണ് ചോദ്യം. അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലായത് 45 ഡിഗ്രിയാണ്. ഇത് 45 ആണെങ്കിൽ ഇത് 45 ഇത് 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് 45:45:90 എന്ന് പറയുന്നത് 1:1:√2 1:1:√2 90ക്ക് ഓപ്പോസിറ്റ് ഇപ്പം വന്നിരിക്കുന്ന 10√2 ആണ്. അതുകൊണ്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. 90ക്ക് ഓപ്പോസിറ്റ് എത്രയാണ് വന്നത് 10√2. അവിടെ 90ക്ക് ഓപ്പോസിറ്റ് ഇവിടെ √2 ഒറിജിനൽ ആയിട്ട് വന്നിരിക്കുന്ന 10√2. അപ്പോൾ എത്ര കൊണ്ടായിരിക്കും മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടാകുക 10. അപ്പോൾ ഇത് എത്രയാവും 10, ഇതും എത്രയാവും 10, ഇത് 10√2. ഓക്കെ, അപ്പോൾ 45ക്ക് ഓപ്പോസിറ്റ് 10, ഇതും 10 അല്ലേ. ക്വസ്റ്റ്യനിൽ BC മുഴുവനും എത്ര സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്? 15 സെന്റിമീറ്റർ. BC മുഴുവനും 15 സെന്റിമീറ്റർ. ഇത് മുഴുവനും 15 സെന്റിമീറ്റർ, ഇത്രയും 10 സെന്റിമീറ്റർ എങ്കിൽ ഇത് എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 5 സെന്റിമീറ്റർ ആയിരിക്കും. എത്ര സെന്റിമീറ്റർ ആയിരിക്കും? 5. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ ഡയഗണൽ കണ്ടുപിടിക്കാനാണ്. എന്ത് എളുപ്പം ക്വസ്റ്റ്യൻ അത് നോക്കിക്കേ. ഇത് 90, ഇത് 10, ഇത് 5. ഇത് ഹൈപ്പോട്ടന്യൂസ് അല്ലേ? അപ്പോൾ √10² minus 5 square, that is 100 minus 25 √75. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ചെയ്തു. ഫസ്റ്റ് ഓഫ് ഓൾ 45:45:90 ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു ലെങ്തും ഈ ലെങ്തും കണ്ടുപിടിച്ചു. അത് 45 ആയിട്ട് ഐസോസിലസ് ആയിട്ട് ഇത് 10 ആണെങ്കിൽ ഇത് 10 ആയിരിക്കണം. എങ്ങനെയാണ് 10 കൊണ്ടാണ് ഗുണിക്കേണ്ടതെന്ന് കിട്ടിയത്? കാരണം 1:1:√2 ആണ്. √2നെ നമുക്ക് 10√2 ആക്കണമെങ്കിൽ 10 കൊണ്ടാണ് ഗുണിക്കേണ്ടത്. അപ്പോൾ 10√2. 1ന് ഓപ്പോസിറ്റ് അപ്പോൾ എത്ര കൊണ്ട് ഗുണിക്കണം? 10. 1ന് ഓപ്പോസിറ്റ് 10 കൊണ്ട് ഗുണിക്കണം. സോ 10:10:10√2. ഇനി ഇത് 10 എന്ന് കിട്ടി. ഇത് മൊത്തം 15 ആയിരുന്നു. ഇത്രയും 10 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് 5. ഇത് 5ഉം ഇത് 10ഉം ആണെങ്കിൽ നമുക്കറിയാം ഇത് ഹൈപ്പോട്ടന്യൂസ് തിയറം. ഹൈപ്പോട്ടന്യൂസ് തിയറത്തിൽ കൂടി √(ഹൈപ്പോട്ടന്യൂസ്² മൈനസ് ബേസ്²). സോറി, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ചെറിയ തെറ്റ് വന്നത്. ഇത് ഹൈപ്പോട്ടന്യൂസ്² ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം ഓൾട്ടിറ്റ്യൂഡ് 10, ബേസ് 5. അപ്പോൾ √10² പ്ലസ് 5², √100 പ്ലസ് 25, √125. √125 ആണ് എന്ത്? നമ്മുടെ ഹൈപ്പോട്ടന്യൂസിന്റെ ലെങ്ത്. കാരണം ഓൾട്ടിറ്റ്യൂഡ് 10ഉം ബേസ് 5ഉം ആണ്. സോ √10² പ്ലസ് 5², 100 പ്ലസ് 25, ദാറ്റ് ഈസ് 125 ആണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്. ഇനി ആവശ്യമുള്ളവർക്ക് √125 കണ്ടുപിടിക്കാൻ പറ്റും. √125 ചെയ്യുമ്പോൾ ഇത് 5, 125ൽ 5 എത്ര പ്രാവശ്യമായി? 25 തവണ. വീണ്ടും 5, വീണ്ടും 5. സോ 5 രണ്ടെണ്ണം ഉണ്ട്. റൂട്ട് എടുക്കുമ്പോൾ രണ്ടെണ്ണം വീതമാണ് എടുക്കേണ്ടത്. ഇതിന്റെ ആൻസർ വരുന്നത് 5 × √5 സെന്റിമീറ്റർ. 5 സെന്റിമീറ്റർ ആണ് ഡയഗണൽ. സോ ഈ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. BC 15 ആണെന്ന് തന്നിട്ടുണ്ട്. അതുപോലെ ആംഗിൾ B 45 ആണെന്ന് തന്നിട്ടുണ്ട്. AB 10√2 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് AM പെർപെൻഡിക്കുലർ ആണെന്ന് തന്നിട്ടുണ്ട്. ഇത് 45 ആയതുകൊണ്ട് ഇത് 90 ആയതുകൊണ്ട് ഇതും 45. കാരണം 45:45:90 ട്രയാങ്കിൾ. നമ്മൾ 45:45:90 ഉപയോഗിച്ച് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഇതും 10 ഇതും 10 ആണെന്ന് കണ്ടുപിടിച്ചു. മൊത്തം 15. അപ്പോൾ 10 ഇത്ര ആണെങ്കിൽ അതിന്റെ കൂടെ 5 കൂട്ടുന്നതായിരിക്കും. അപ്പോൾ 15. അപ്പോൾ ഇത് 10, ഇത് 5. 10ഉം 5ഉം ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 5√5 സെന്റിമീറ്റർ ആയിരിക്കും. 5√5 സെന്റിമീറ്റേഴ്സ്. സോ ആ ചോദ്യം കഴിഞ്ഞു. അടുത്ത ചോദ്യം പാരലലോഗ്രാം ബേസ് ചെയ്തിട്ടുള്ളതാണ്. പാരലലോഗ്രാം ഈസ് ഡ്രോൺ വിത്ത് ദ ലെങ്ത്സ് ഓഫ് അഡ്ജസന്റ് സൈഡ് 10 സെന്റിമീറ്റർ ആൻഡ് 6 സെന്റിമീറ്റർ. ചിലപ്പോൾ ഈ ഫിഗർ തരും, ചിലപ്പോൾ ഫിഗർ തരില്ല. ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഫിഗർ തന്നിട്ടുണ്ട്. 10 സെന്റിമീറ്ററും 6 സെന്റിമീറ്ററും അഡ്ജസന്റ് സൈഡ്സ് ആയിട്ട് നമ്മൾ ഒരു ഫിഗർ വരച്ചിരിക്കുന്നു. അതിന്റെ ആംഗിൾ ബിറ്റ്വീൻ 60 ആണ്. നമുക്കറിയാം പാരലലോഗ്രാം വന്നാൽ ഉടനെ വി ഹാവ് ടു ടേക്ക് എ പെർപെൻഡിക്കുലർ. ഒരു പെർപെൻഡിക്കുലർ വരച്ചു ചേർക്കുക. ഇത് എത്രയായിരിക്കും? 90. ഇത് എത്രയായിരിക്കും? 30. സോ ഹൈറ്റ് കണ്ടുപിടിക്കുക. ഇനി നമ്മളോട് എന്തായിരിക്കും ചോദ്യം? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ്. ടോപ്പും ബോട്ടം സൈഡും തമ്മിലുള്ള ദൂരം
ആ ദൂരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈറ്റ് കണ്ടുപിടിക്കുക, കാൽക്കുലേറ്റ് ദ ഏരിയ. സോ ഹൈറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. 30:60:90, that is 1:√3:2. that is 1:√3:2 എന്ന് പറയുമ്പോൾ 30 യുടെ ഓപ്പോസിറ്റ് ഇല്ല, 60 യുടെ ഓപ്പോസിറ്റ് നമുക്ക് h എന്ന് എടുക്കാം. 30 യുടെ ഓപ്പോസിറ്റ് ഇല്ല, 60 യുടെ ഓപ്പോസിറ്റ് ഇല്ല, 90 യുടെ ഓപ്പോസിറ്റ് 6, 90 യുടെ ഓപ്പോസിറ്റ് ഇവിടെ 2 ആണ്. അത് 6 ആകണമെങ്കിൽ നമുക്കറിയാം അത് ഇൻടു 3 ആണ് ചെയ്യേണ്ടത്. ഇവിടെ ഇൻടു ചെയ്യുമ്പോൾ 3√3 എന്ന് വരും, ഇവിടെ ഇൻടു 3 ചെയ്യുമ്പോൾ 3 വരും. സോ ആൻസർ ഈസ് 3:3√3:6. നമുക്ക് ഹൈറ്റ് 60 യുടെ ഓപ്പോസിറ്റ് ആണ്. 60 യുടെ ഓപ്പോസിറ്റ് നോക്കിയേ എങ്ങനെയാണ് ഇത് വന്നത്? 30 60 90 എഴുതി, 1:√3:2 എഴുതി. എടാ എന്നിട്ട് 90 യുടെ ഓപ്പോസിറ്റ് 6 എന്ന് തന്നിരിക്കുന്നു. ഇത് 90 യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 6. 2 × 3 6. √3 തന്നിരിക്കുന്നു, √3 3 × √3. 1 തന്നിരിക്കുന്നു, 1 × 3. സോ നമുക്ക് 60 യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? നമ്മുടെ 3√3. എടാ ഹൈറ്റ് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിച്ചാലും മതി. ഏരിയ = ബേസ് ഇൻടു ഹൈറ്റ്. ബേസ് എത്രയാണ്? 10. ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് നമ്മൾ കണ്ടുപിടിച്ചു. 60 യുടെ ഓപ്പോസിറ്റ് എത്രയാ? 3√3. സോ 10 × 3 30√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ വരുന്നത്. 30√3 സെന്റിമീറ്റർ സ്ക്വയർ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒരു രണ്ട് സൈഡ് വെച്ചിട്ട് 60 ഉപയോഗിച്ചുകൊണ്ട് ഹൈറ്റ് കണ്ടുപിടിച്ചു. ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 60 യുടെ ഓപ്പോസിറ്റ് 3√3. എന്നിട്ട് ആ 3√3നെ ബേസ് 10 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് 30√3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി അടുത്ത ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം സൈഡ് ഓഫ് എ പാരലോഗ്രാം. അത് കണ്ടുപിടിച്ചു. ഹൈറ്റ് ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ പാരലോഗ്രാം. അത് നമ്മൾ കണ്ടുപിടിച്ചു. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു റോംബസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിന്റെ സൈഡ് 12 ഒരു ആംഗിൾ 120 ആണ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡയഗണൽസ് ഓഫ് റോംബസ് എന്നാണ് ചോദ്യം. റോംബസിന്റെ ഡയഗണൽ കണ്ടുപിടിച്ചിട്ട് അടുത്ത ചോദ്യം ഏരിയ കണ്ടുപിടിക്കാനായിരിക്കും. അപ്പോൾ എന്താണ് ഒരു റോംബസ്? എല്ലാ സൈഡും ഈക്വലും, പക്ഷെ ആംഗിൾ 90 ഡിഗ്രിയും അല്ല. 90 ഡിഗ്രി വന്നിരുന്നെങ്കിൽ അത് സ്ക്വയർ വന്നേനെ. എല്ലാ സൈഡും എല്ലാ ആംഗിളും ഈക്വൽ അങ്ങനെ വരുന്ന ഒരു വസ്തുവാണ് സ്ക്വയർ. പക്ഷെ റോംബസിന്റെ പ്രത്യേകത 4 സൈഡ് ഈക്വൽ, ആംഗിൾസ് ഈക്വൽ ആവില്ല. ഇത് 120 എന്ന് തന്നു. എന്തുകൊണ്ട് ഞാൻ ഇത് 120 എടുത്തു? ഇതാണ് 90യെക്കാളും കൂടുതൽ, ഇത് 90യെക്കാളും കുറവ്. നമുക്കറിയാം ഇതൊരു പാരലൽ, ഇതും ഒരു പാരലൽ. റോംബസ് ഒരു പാരലലോഗ്രാമാണ്, സമാന്തരമാണ്. അപ്പോൾ ഇത് 120 ആണെങ്കിൽ ഇത് എത്ര വരണം? 60. ഇത് 60 ആണെങ്കിൽ ഇത് 60. ഇത് 120 ആണെങ്കിൽ ഇത് 120. എടാ ഇത് നമുക്ക് ഡയഗണൽ കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇങ്ങനെ ഒരു വര വരയ്ക്കണം, ഇങ്ങനെ വേറൊരു വര വരയ്ക്കണം. റോംബസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതിന്റെ ഡയഗണൽസ് കൂട്ടിമുട്ടുന്നത് എത്ര ഡിഗ്രിയിലായിരിക്കും? 90 ഡിഗ്രിയിലായിരിക്കും. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ ഓഫ് റോംബസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ റോംബസിന്റെ രണ്ട് ഡയഗണൽ കണ്ടുപിടിക്കണം. റോംബസ് പാരലലോഗ്രാം വന്നാൽ അതിന്റെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് ബേസ് ഇൻടു ഹൈറ്റ് എന്ന് പറയുന്ന ആ ഫോർമുലയിലൂടെ ആയിരിക്കണം. റോംബസിന്റെയും ഇതൊരു പാരലോഗ്രാമാണ്, ഇതും വേണമെങ്കിൽ ബേസ് ഇൻടു ഹൈറ്റ് യൂസ് ചെയ്യാം. പക്ഷെ ഇവര് സ്പെസിഫിക്കലി ഡയഗണൽ കണ്ടുപിടിച്ചിട്ട് ഏരിയ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇത് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ്. നോക്കിക്കേ, ഇത് 60 ഡിഗ്രി, ഇത് 120 ഡിഗ്രി, ഇത് ഡയഗണൽ 1, ഇത് ഡയഗണൽ 2. മനസ്സിലാക്കേണ്ടത് റോംബസ് എന്ന് പറയുന്ന സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. സോ 60യുടെ പകുതി 30, 120യുടെ പകുതി 60, ഇത് എത്രയാണ്? 90. സോ 30 60 90 ട്രയാങ്കിൾ വന്നു. മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വേറെ ഒരെണ്ണം വരയ്ക്കാം. ഇത് 90 ഡിഗ്രി ആയിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് 30 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. സോ 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ് വന്നിരിക്കുന്നത്? 12. എടാ ഈ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇരട്ടി കണ്ടുപിടിച്ചാൽ ഈ ടോട്ടൽ ലെങ്ത് കിട്ടും. ഈ ലെങ്ത് കണ്ടുപിടിച്ചിട്ട് അതിന്റെ ഇരട്ടി കണ്ടുപിടിച്ചാൽ ടോട്ടൽ ലെങ്ത് കിട്ടും. സോ 30:60:90, that is 1:√3:2. ഓക്കെ, ഇതാണല്ലോ ബേസിക് ഇക്വേഷൻ. 90യുടെ ഓപ്പോസിറ്റ് എത്ര വന്നിരിക്കുന്നു? 12. 2നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 12? 6. എടാ 2നെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴല്ലേ 12 വരുന്നത്. സോ √3നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 6√3, 1നെ 6 കൊണ്ട് ഗുണിക്കുമ്പോൾ 6. സോ ആൻസർ ഈസ് 6:6√3:12 എന്ന ആൻസർ വരും. എടാ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് 90യുടെ ഓപ്പോസിറ്റ് 12, 60യുടെ ഓപ്പോസിറ്റ് എത്ര വരും? 6√3. 30യുടെ ഓപ്പോസിറ്റ് എത്ര വരും? 6. എടാ ഇത് 6 ആണെങ്കിൽ ഇത് മൊത്തം എത്ര? 12. അപ്പൊ D1 എത്ര? 12. എടാ അതുപോലെ തന്നെ ഇത് 6√3 ആണെങ്കിൽ ഇത് 6√3, 6√3 6√3 എത്രയാ?
12 root 3 d2 എത്ര കിട്ടി 12 root 3 സോ ഇത് 6 root 3 ഇത് 6 root 3 ഇത് 6 6 6 12 6 root 3 6 root 3 12 root 3 so area of a rhombus is equal to half d1 d2 equal to half into 12 into 12 root 3 രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം 12 ൽ എത്ര പ്രാവശ്യം 6 പ്രാവശ്യം സോ ആൻസർ ഈസ് 6 into 12 what is 12 into 6 6 2 12 6 4 1 7 ആൻസർ ഈസ് 72 root 3 സെന്റിമീറ്റർ സ്ക്വയർ സോ രണ്ടിൽ രണ്ട് ഒരു പ്രാവശ്യം 12 ൽ 2 6 പ്രാവശ്യം 6 12 എത്രയാണ് 72 root 3 ആണ് ആൻസർ 6 12 72 root 3 സെന്റിമീറ്റർ സ്ക്വയർ സോ റോംബസ് വന്നാൽ ഡയഗണൽ കണ്ടുപിടിക്കാൻ നമ്മൾ മറക്കരുത് എങ്ങനെയാണ് ഇത് 90 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുന്നത് ഇത് തമ്മിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും 90 സോ ഇത് 90 30 60 ആയിട്ട് വന്നു 30 90 60 വെച്ചിട്ട് നമ്മൾ ഈ വശവും കണ്ടുപിടിച്ചു ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് ഇതിന്റെ ഇരട്ടി ആയിരിക്കും ഇത് സോ ആൻസർ ഈസ് diagonal area of a rhombus is equal to half d1 d2 that is half into 12 into 12 root 3 അപ്പോൾ 12 into 12 144 ന്റെ പകുതി 72 എങ്ങനെ വേണമെങ്കിലും ചെയ്യാം സോ ആൻസർ ഈസ് 72 root 3 സെന്റിമീറ്റർ സ്ക്വയർ അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യന്റെ ബാക്കി ഇവിടെയാണ് വന്നത് വാട്ട് ഈസ് ഏരിയ ഓഫ് റോംബസ് ആ റോംബസിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 72 root 3 സെന്റിമീറ്റർ സ്ക്വയർ which of the following is a distance between the opposite side which of the following is a distance okay ആ ഡിസ്റ്റൻസ് ഇവിടെ തന്നിട്ടില്ല which is the following is the distance between the opposite side നമുക്ക് അത് കണ്ടുപിടിക്കാം എടാ ഇതാണല്ലോ ഫിഗർ ആ ഫിഗറിനെ ബേസ് ചെയ്ത് തന്നെ നമുക്ക് ആ ഓപ്പോസിറ്റ് സൈഡ് തമ്മിലുള്ള ദൂരം കണ്ടുപിടിക്കാം ഇത് എത്രയാ വന്നത് 60 അല്ലേ ഇത് 12 ഇത് 12 ഇതും 12 ഇതും 12 ഈ ഒരു ഹൈറ്റ് കണ്ടുപിടിച്ചാൽ നേരിട്ട് നമുക്ക് ഏരിയ കണ്ടുപിടിക്കാം അപ്പൊ ഏരിയ കണ്ടുപിടിക്കാൻ രണ്ട് രീതിയുണ്ട് വേണമെങ്കിൽ ഹൈറ്റ് കണ്ടുപിടിക്കാം റോംബസിന്റെ കാര്യമാണ് പറയുന്നത് റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അതൊരു പാരലലോഗ്രാം ആയതുകൊണ്ട് തന്നെ ഏരിയ ഈസ് ഈക്വൽ ടു ബേസ് ഇൻടു ഹൈറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഏരിയ ഈസ് ഈക്വൽ ടു ഹാഫ് d1 d2 ഉപയോഗിക്കാം ഇവിടെ ഡയഗണൽസ് കണ്ടുപിടിക്കാൻ തന്നിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏരിയ ഹാഫ് d1 d2 വെച്ചിട്ട് എളുപ്പത്തിൽ ചെയ്യാം വീണ്ടും അവർ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട് വീണ്ടും ഇത് 60 ആണെങ്കിൽ ഇത് 30 ഇത് എത്രയാ 90 30 60 90 1 is to root 3 is to 2 1 is to root 3 is to 2 so 30 യുടെ ഓപ്പോസിറ്റ് എത്രയാണെന്ന് ഇല്ല 60 യുടെ ഓപ്പോസിറ്റ് ഇല്ല പക്ഷേ 90 യുടെ ഓപ്പോസിറ്റ് 12 എത്രയാണ് കുടിക്കേണ്ടത് നേരത്തെ ചെയ്തതാണ് എത്രയാണത് 2 യുടെ ഓപ്പോസിറ്റ് 12 വന്നാൽ 6 ഇത് എത്രയാ 6 root 3 ഇത് എത്രയാ 6 so 60 യുടെ ഓപ്പോസിറ്റ് 6 root 3 6 root 3 കണ്ടോ ഇതാണ് ഹൈറ്റ് ഉപയോഗിച്ച് നമുക്ക് ഏരിയ കണ്ടുപിടിച്ച് നോക്കാം ബേസ് ഇൻടു ഹൈറ്റ് ദാറ്റ് ഈസ് 12 into 6 root 3 what is 12 into 6 12 into 5 is 60 so 72 root 3 എന്നല്ലേ നേരത്തെ നമുക്ക് ഏരിയ കിട്ടിയത് ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും 72 root 3 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് ഏരിയ കിട്ടും സോ സെയിം സോ ഏരിയ ഹാഫ് d1 d2 ചെയ്താലും ഏരിയ bn ചെയ്താലും സെയിം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് എത്രയാണ് 72 root 3 സെന്റിമീറ്റർ സ്ക്വയർ അടുത്ത നമുക്ക് എന്താണ് നോക്കാം ഇൻ ദ ഫിഗർ ABCD is a rectangle ഇതൊരു റെക്ടാംഗിൾ ആണെന്ന് തന്നിട്ടുണ്ട് AC 12 സെന്റിമീറ്റർ BAC 30 ആണെങ്കിൽ ഇത് 90 ഇത് 60 60 30 90 what is the area of റെക്ടാംഗിൾ എന്നാണ് ചോദ്യം റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ സൈഡും കണ്ടുപിടിച്ചാൽ മതി സിമ്പിൾ ഇത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത് സോ 30 is to 60 is to 90 1 is to root 3 is to 2 30 യുടെ ഓപ്പോസിറ്റ് തന്നിട്ടില്ല 60 യുടെ ഓപ്പോസിറ്റ് തന്നിട്ടില്ല 90 യുടെ ഓപ്പോസിറ്റ് 12 എന്ന് തന്നിരിക്കുന്നു 2 യുടെ എത്ര ഇരട്ടിയാണ് 12 6 ഇരട്ടി അങ്ങനെയാണെങ്കിൽ root 3 യുടെ 6 ഇരട്ടി 6 root 3 ഒന്നിന്റെ 6 ഇരട്ടി 6 so the answer is 6 root 3 12 okay അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ 30 യുടെ ഓപ്പോസിറ്റ് 6 ഈ ഒരു ബ്രെഡ്ത്ത് 6 എന്നും 60 യുടെ ഓപ്പോസിറ്റ് ലെങ്ത് 6 root 3 എന്നും കിട്ടി 6 root 3 എന്നും കിട്ടി ഏരിയ will be length into breadth ലെങ്ത് എത്രയാണ് 6 root 3 ബ്രെഡ്ത്ത് എത്രയാണ് 6 6 into 6 36 root 3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ 36 root 3 സെന്റിമീറ്റർ സ്ക്വയർ
ഒരു കാര്യം പറയുകയാണ് ഇവിടെ എല്ലാം നമുക്കറിയാം 2യുടെ ഓപ്പോസിറ്റ് 1ന്റെ ഓപ്പോസിറ്റ് ഒക്കെ വന്നാൽ ചെയ്യാൻ എളുപ്പമാണ്. കാരണം 2യുടെ എത്ര ഇരട്ടിയാണ് 12 എന്ന് ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. 1ന്റെ എത്ര ഇരട്ടിയാണ് 6 എന്ന് വന്നാലും ഒറ്റയടിക്ക് കിട്ടും. പക്ഷേ ഇങ്ങനെയാണ് വന്നതെങ്കിൽ ഒരു ഉദാഹരണം കാണിച്ചു തരാം. 30 60 90 1:√3:2 ആണല്ലോ. നമുക്കൊരു ക്വസ്റ്റ്യൻ 60യുടെ ഓപ്പോസിറ്റ് 9 എന്നാണ് തന്നതെന്ന് വെച്ചോ. എങ്ങനെ കണ്ടുപിടിക്കും? അതായത് 60യുടെ ഓപ്പോസിറ്റ് 9 വരണം, √3നെ 9 ആക്കണം. എങ്ങനെയാ ചെയ്യേണ്ടത്? അത് ചെയ്യാൻ നമ്മൾ ഇതുപോലെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ √3നെ ഏതോ ഒരു നമ്പർ x കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 9. അങ്ങനെയാണെങ്കിൽ x എത്രയായിരിക്കും? 9/√3. 9/√3. അതായത് ഇവനെ 9/√3 കൊണ്ട് ഇൻഡ് ചെയ്യുക, ഇവനെയും 9/√3 കൊണ്ട് ഇൻഡ് ചെയ്യുക. വേറെ കുറച്ചുകൂടെ ചെയ്യാൻ അറിയാവുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 9/√3നെ എങ്ങനെ എഴുതാം? 3 × 3 ഡിവൈഡഡ് ബൈ √3. 9 എന്ന് പറയുന്നത് 3 × 3 അല്ലേ? ഇനി അടുത്തത് 3നെയും മാറ്റി നമുക്ക് വേണമെങ്കിൽ 3 × √3 ഡിവൈഡഡ് ബൈ √3 ആക്കാം. ഒരു വിഷയമില്ല. നോക്കിയാൽ നമുക്ക് ഇവിടെ കിട്ടിയ 9/√3 ആണ്. 3 × ഇത് എത്രയാ? 3 √3 × √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. സോ 3 × 3 9. 9 ഡിവൈഡഡ് ബൈ √3. 9 ഡിവൈഡഡ് ബൈ √3. സോ ഇവിടെ ഒരു കുഴപ്പവും വരുന്നില്ല. ഈ ഒരു വസ്തു തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അവിടെ എന്തിനാണ് ഞാൻ ഇങ്ങനെ ഈ 9/√3 ആക്കിയെന്ന് വെച്ചാൽ ഡിനോമിനേറ്ററിൽ നിന്ന് റൂട്ട് കളയാനാണ്. സോ ആൻസർ ഈസ് 3√3. നോക്കിക്കേ, അത് ചില കുട്ടികൾക്ക് ഒറ്റയടിക്ക് കിട്ടും. നോക്കിക്കേ, ഇതിനെ 3√3 കൊണ്ടാണ് ഗുണിച്ചത്. √3 × √3 √3 × √3 3 3 × 3 9. അങ്ങനെയും ചിന്തിച്ച് നമുക്ക് ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെയാണോ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ആ രീതിയിൽ ഫാക്ടർ കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യവും ABCD is a rectangle. ഈ ചോദ്യം തന്നെ ഇപ്പൊ നമ്മൾ ഇതല്ല, ഒരിച്ചിരി വ്യത്യാസം. ഇവിടെ 12 ആയിരുന്നു, ഇവിടെ 10 ആണ്. നോക്കിയാൽ ഇവിടെ 10, ഇവിടെ 60, ഇവിടെ 90 വരും. വളരെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ലെങ്ത് ഓഫ് BC, ലെങ്ത് ഓഫ് AB, ABയും BCയും കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഏരിയ. ഇപ്പോൾ ഇവിടെ 30 60 90 എടുക്കുമ്പോൾ 30:60:90 എടുക്കുമ്പോൾ 1:√3:2. 1:√3:2 അല്ല 2. 1:√3:2. സോ നമുക്കറിയാം ഇവിടെ തന്നിട്ടുള്ളത് 30യുടെ ഓപ്പോസിറ്റ് ഇല്ല, 60യുടെ ഓപ്പോസിറ്റ് ഇല്ല, 90യുടെ ഓപ്പോസിറ്റ് 10. സിമ്പിൾ. 2യുടെ ഇരട്ടി എത്രയായി? 5. അപ്പോൾ √3 എത്രയാ? √3 × 5 5√3. 1ന്റെ 5 ഇരട്ടി എത്രയാണ്? 5. 1ന്റെ 5 ഇരട്ടി എത്രയാണ്? 5. 1ന്റെ 5 ഇരട്ടി 5. √3യുടെ 5 ഇരട്ടി 5√3. 2ന്റെ 5 ഇരട്ടി 10. സോ 30യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 30യുടെ ഓപ്പോസിറ്റ് 5. 60യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 5√3. സോ 2 കിട്ടി. ഇനി ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഏരിയ = ലെങ്ത് × ബ്രെഡ്ത്ത്. ലെങ്ത് എത്രയാ? 5√3. ബ്രെഡ്ത്ത് എത്രയാ? 5. 5 × 5 25√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ. 25√3 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു ഏരിയ ഓഫ് റെക്ടാംഗിൾ. അടുത്തത് the diagonal of a rectangle is 9 centimeters. ഒരു റെക്ടാംഗിളിന്റെ ഡയഗണൽ എത്രയാണെന്ന് തന്നിരിക്കുന്നു? 9 centimeters and it makes angle 49 degree with one side. ഒരു സൈഡുമായിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്ന ആംഗിൾ 49 ഡിഗ്രി ആണ്. 49 ഡിഗ്രി വിത്ത് വൺ സൈഡ്. അങ്ങനെയാണെങ്കിൽ നമ്മളോടുള്ള ചോദ്യം ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ എന്നാണ് ചോദ്യം. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റെക്ടാംഗിൾ. അപ്പൊ ഇത് 49, ഇത് ഉറപ്പായിട്ട് റെക്ടാംഗിളിന്റെ ഈ ആംഗിൾ 90 വരണം. അപ്പൊ 90 + 49 ചെയ്യണം. 9 9 10 11 12 139. 180 കിട്ടാൻ ഇത് എത്രയും കൂടെ വരണം? 139 വന്നിട്ടുണ്ട്. അപ്പോൾ 41 ഡിഗ്രിയും കൂടെ വന്നാൽ ഇതിപ്പോ ഒരു ട്രയാങ്കിൾ ആയി, പ്രോപ്പർ ട്രയാങ്കിൾ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. ഒരു റെക്ടാംഗിളിന്റെ ഡയഗണൽ 9 സെന്റിമീറ്റർ, ഒരു ആംഗിൾ 49, വേറൊരു ആംഗിൾ 41, ഒരു ആംഗിൾ 90. സോ
ഇവിടെ നമുക്ക് 30 60 90 45 45 90 ഒന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന കൺസെപ്റ്റ് sin 41 എടുക്കാം അല്ലെങ്കിൽ sin 49 എടുക്കാം. അങ്ങനെ എടുത്ത് കണ്ടുപിടിക്കണം. നമുക്ക് ഇവനെ ലെങ്ത് എന്ന് വിളിക്കാം, ഇവനെ ബ്രെഡ്ത്ത് എന്ന് വിളിക്കാം. ഇവിടെ 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഇവന്റെ പേരാണ് ഹൈപ്പോടെന്യൂസ്. സോ ഇത് 30 60 90 പറ്റില്ല, 45 45 90 പറ്റില്ല. സോ ഞാൻ എന്തെടുക്കാൻ പോവുകയാണ്? sin 41 എടുക്കാൻ പോവുകയാണ്. sin 41 എടുത്താൽ സൈനിന്റെ ഡെഫിനിഷൻ ആലോചിക്കുക. സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. sin 41 ന്റെ ഓപ്പോസിറ്റ് ഏതാണ്? b ബൈ ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 9. sin 41 ന്റെ വാല്യൂ ഇവർ തന്നിട്ടുണ്ട്. ഓക്കേ, sin 41 തന്നിട്ടില്ല. അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് sin 49 cos 49 എടുക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമുക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഞാൻ sin 41 ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇവിടെ b ഇത് വന്നത്. എനിക്ക് ഇനി വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം? sin 49 ഉപയോഗിക്കാം. ഓക്കേ, ഈ രീതിയിൽ പോയാൽ ക്വസ്റ്റ്യനിൽ നമുക്ക് sin 41 തന്നിട്ടില്ല. അതുകൊണ്ട് അത് ഉപേക്ഷിക്കേണ്ട, ആ ശ്രമം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഇനി നമുക്ക് എന്ത് ഉപയോഗിക്കാം? 49 ഉപയോഗിക്കാം. sin 49 ഉപയോഗിച്ചാൽ അതിന്റെ ഓപ്പോസിറ്റ് ലെങ്തും അതിന്റെ 90 ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടന്യൂസും തന്നിട്ടുണ്ട്. ഞാൻ അപ്പോൾ sin 49 ഉപയോഗിക്കുകയാണ്. sin 49 is equal to 49 ന്റെ ഓപ്പോസിറ്റ് l. ഹൈപ്പോട്ടന്യൂസ് 9 സെന്റിമീറ്റർ. എത്ര സെന്റിമീറ്റർ? 9. ഇനി sin 49 ന്റെ വാല്യൂ ഒരു തന്നിട്ടുണ്ട് 0.75 into 9. ഈ 9 ഇങ്ങോട്ട് വരുമ്പോൾ ഈ sin 49 ന്റെ വാല്യൂ ആണ് 0.75 into 9 ഈക്വൽ ടു എത്രയാ? l ഈക്വൽ ടു ലെങ്ത്. 75നെ 9 കൊണ്ട് ഗുണിക്കുക. 7 9 5 45 9 7 63 63 4 67. എത്ര പോയിന്റ് പുറകോട്ട് ഇറക്കുക? 2 പോയിന്റ്. സോ ആൻസർ ഈസ് 6.75 സെന്റിമീറ്റർ. ലെങ്ത് കിട്ടി. എത്രയാണ് ലെങ്ത്? കിട്ടി 6.75 സെന്റിമീറ്റർ. ഇനി വേണമെങ്കിൽ നമുക്ക് ഹൈപ്പോട്ടന്യൂസ് തിയറം ഇട്ട് കൊടുത്താൽ മതി. ഇത് കിട്ടണമെങ്കിൽ, ബേസ് കിട്ടണമെങ്കിൽ എന്ത് ഉപയോഗിച്ചാൽ മതി? റൂട്ട് ഓഫ് ഏരിയ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ടോ? find the length of the sides of triangle എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് എത്രയെന്ന് കിട്ടി? 6.75. ഇത് എത്രയെന്ന് കിട്ടി? 9. ഹൈപ്പോട്ടന്യൂസും കിട്ടി, ഒരു ട്രയാങ്കിളിന്റെ ബേസും കിട്ടി. ഓൾട്ടിറ്റ്യൂഡിന്റെ ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ 9 സ്ക്വയർ മൈനസ് 6.75 സ്ക്വയർ. 9 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81. 6.75 സ്ക്വയർ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 6.75 ഇൻറ്റു 6.75 ചെയ്യണം. 5 5 25. 5 7 35 2 37. 6 5 30 33. ഇവിടെ 7 5 35 ശിഷ്ടം 3. 7 7 49 52. 7 6 6 7 42. 42 5 47. വീണ്ടും 6 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 6 5 30 ശിഷ്ടം 3. 6 7 42. 42 3 45. 6 36 4 40. സോ ഇവിടെ 5 വന്നു. 7 5 12. 3 1 4. 4 2 6. 7 3 10. 15. 4 1 5. അപ്പോ നമുക്കറിയാം ഇത് 2 പോയിന്റ്, ഇത് 2 പോയിന്റ്. ആൻസറിൽ എത്ര പോയിന്റ് പുറകോട്ട് ഇടണം? 4 പോയിന്റ്. സോ ആൻസർ ഈസ് 45.56. 45.56. 81ൽ നിന്ന് 45 പോയിന്റ് എന്ത് കുറയ്ക്കണം? 45.56 കുറയ്ക്കണം. നമുക്കറിയാം ഇവിടെ 0 0 ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് എത്ര വരും? 4. ഇത് 4. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കടം എടുത്തിട്ടുണ്ട്. ഇവിടെ വെട്ടിയിട്ട് 11 അല്ലേ ആക്കേണ്ടത്? ഇവിടെ വെട്ടിയിട്ട് 7. 11 അവനാണ് ഒരെണ്ണം കൊടുത്തത്. അപ്പൊ ഇത് 10 ആകണം. ഇത് എത്രയാവും? 10 ൽ 5 പോയാൽ 5. 7 ൽ 4 പോയാൽ 3. 35.44. ഇത് ശരിയാണോ എന്നറിയാൻ കുട്ടിയും കൂടെ നോക്കണം. 6 4 10. 5 1 6 4 10. 5 5 10 1 11. 4 3 7 1 8. സോ ആൻസർ ഈസ് 81 എന്ന് കിട്ടുന്നുണ്ട്. സോ ആൻസർ ഈസ്, ഇത് കുറയ്ക്കുമ്പോൾ ഉള്ള ആൻസർ √35.44.
അപ്രോക്സിമേറ്റ്ലി എത്ര വരും? 36 ആണ് റൂട്ടെങ്കിൽ 6ന്റെ അടുത്ത് വരും. 35 ആയതുകൊണ്ട് നമുക്ക് ഇത് 5 പോയിന്റ് എത്ര എന്നൊക്കെ എഴുതാം, 9, 8 എന്നൊക്കെ എഴുതാം. കാരണം 36 ആയിരുന്നെങ്കിൽ നമുക്ക് 6 കാറ്റ് വന്നേനെ. ഇതിപ്പോ 35.44 വന്നുകൊണ്ട് 5 പോയിന്റ് എന്ന് ഞാൻ എഴുതി അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാലും മതി. സോ ഈ ചോദ്യം ഒരിത്തിരി നമ്മൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ, ഇവിടെ ഒരു റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. റെക്ടാങ്കിളിന്റെ ഒരു ആംഗിൾ 49 ആണെങ്കിൽ മറ്റേ ആംഗിൾ 41. കാരണം ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 90 വരണം. റെക്ടാങ്കിളിന്റെ ഒരു ആംഗിൾ ഇത് 90 ആയിരിക്കണം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് തന്നിട്ടുണ്ട് 9 ആണെന്ന്. ഡയഗണൽ ആണ്, ആ ഡയഗണൽ ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരത്തുള്ളൂ 9. ഞാൻ ഇവിടെ സൈൻ ഉപയോഗിച്ചു. സൈൻ 49 ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് അറിയില്ല, നമ്മൾ അതിനെ എടുത്തു L/9. 9 ഇങ്ങോട്ട് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലിന്റെ ലെങ്ത് കണ്ടുപിടിച്ചു 6.75 സെന്റിമീറ്റർ. 6.75 സെന്റിമീറ്റർ കണ്ടുപിടിച്ച് കഴിഞ്ഞുവെങ്കിൽ നമ്മൾ ഇത് 6.75 എന്ന് കിട്ടി. ഇത് 9 ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ബേസും കിട്ടി, ഹൈപ്പോട്ടന്യൂസും ഒരു ത്രികോണത്തിലെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് കിട്ടാൻ ഹൈപ്പോട്ടന്യൂസ് തിയറം ചെയ്തു. ഹൈപ്പോട്ടന്യൂസ് തിയറം ചെയ്തിട്ട് എന്താണത്? ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ, അത് ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിച്ചു. ഓൾട്ടിറ്റ്യൂഡ് ഈ റെക്ടാങ്കിളിന്റെ എന്താണ്? ഇത് ബേസും ഇത് ഓൾട്ടിറ്റ്യൂഡും ആണ്. റെക്ടാങ്കിളിന്റെ ബ്രെഡ്ത്ത് ആണ് ബ്രെഡ്ത്ത്. സോ ഇതായിരുന്നു ആ ചോദ്യം. ലെങ്ത് 2 നമ്മൾ കണ്ടുപിടിച്ചു. ലെങ്ത് എന്ന് പറയുന്നത് 6.75 ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എത്രയാണെന്ന് കിട്ടി? √35.44. അതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എത്ര എടുത്തു? 5.98 എന്നൊക്കെ എടുത്തു. 5.98 സെന്റിമീറ്റർ എന്ന് എടുത്തു. അടുത്ത ചോദ്യം, in the figure APB is a right triangle and ABCD is a square. APB ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ് and ABCD is a square. ABCD ഒരു സ്ക്വയറും ആണ്. If PB is equal to 2 cm, PB എന്ന് പറയുന്നത് 2 cm ആണ്. ആംഗിൾ PAB എന്ന് പറയുന്നത് 45 ഡിഗ്രി ആണ്. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് സ്ക്വയർ എന്നാണ് ചോദ്യം. ഏരിയ ഓഫ് ദ സ്ക്വയർ എന്നാണ് ചോദ്യം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതൊരു സ്ക്വയർ ആണ്. ഇത് 45 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ഇത് 2 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. എന്നാ സിമ്പിളാ? 90 ഇത് എത്രയാ? 45 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 45. നമുക്കറിയാം 45 വന്നാൽ ഒന്നും ചിന്തിക്കണ്ട, ഇതൊരു ഐസോസിലസ് ത്രികോണമാണ്. ഐസോസിലസ് ത്രികോണത്തിന്റെ ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഈക്വൽ ആയിരിക്കണം. ഇത് 45, ഇത് 45. 45ന്റെ ഓപ്പോസിറ്റ് ഇതും എത്രയായിരിക്കണം? 2 സെന്റിമീറ്റർ. സോ ഇതും 2, ഇതും 2. നമുക്ക് വേണമെങ്കിൽ ഇത് ഹൈപ്പോട്ടന്യൂസ് തിയറം ഉപയോഗിക്കാം, അല്ലെങ്കിൽ 45:90, 1:1:√2. 45ന്റെ ഓപ്പോസിറ്റ് എത്രയാ? 2. അപ്പോ ഒന്നിന് എത്ര കൊണ്ടാവും വെച്ചാൽ 2 കൊണ്ട്. അപ്പോ ഇതും 2, ഇതോ 2√2, 2√2. സോ 90യുടെ ഓപ്പോസിറ്റ് എത്രയാണ്? 2√2 എന്ന് കിട്ടി. 90യുടെ ഓപ്പോസിറ്റ് എത്രയാ? 2√2. ഈ 2√2 ഉള്ള ഈ ഒരു സ്ക്വയറിന്റെ സൈഡ് ആണ് ഇത്. അതായത് 2√2 എന്ന് കിട്ടിയത് ഈ ട്രയാങ്കിളിന്റെ 90യുടെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. പക്ഷെ അത് സ്ക്വയറിന്റെ ഒരു സൈഡുമാണ്. സ്ക്വയറിന്റെ സൈഡ് 2√2 എന്ന് കിട്ടി. സ്ക്വയറിന്റെ ഏരിയ സൈഡ് ഇൻറ്റു ഏരിയ ഈക്വൽ ടു സൈഡ് ഇൻറ്റു സൈഡ്. ദാറ്റ് ഈസ് 2√2 ഇൻറ്റു 2√2. 2 ഇൻറ്റു 2, 2 ഇൻറ്റു 2, 4. √2 ഇൻറ്റു √2, 2. ദാറ്റ് ഈസ് 8 സെന്റിമീറ്റർ സ്ക്വയർ. √2നെ √2 കൊണ്ട് ഗുണിച്ചാൽ അത് 2 ആകും. 2 ഇൻറ്റു 2 4 ആണ്. 4 ഇൻറ്റു 2 എത്രയാണ്? 8 സെന്റിമീറ്റർ സ്ക്വയർ.